അപ്പർ കുട്ടനാട്ടിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാവുകയാണ്. പെരിങ്ങര പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് കാട് നിറഞ്ഞ ഭാഗത്ത് ഇന്നലെ രാത്രി ആദ്യം കാട്ടുപന്നികളെത്തി. വനാതിർത്തിയിൽ നിന്നും 50 കിലോമീറ്റർ അകലെയുള്ള മേഖലയാണിത്. അപ്പർ കുട്ടനാട്ടിൽ കാട്ടുപന്നികളെ കണ്ടെത്തുന്നത് ഇതാദ്യം. അതിനാൽ തന്നെ പ്രദേശത്തെ കർഷകരാകെ ആശങ്കയിലാണ്. ഏറ്റവും അടുത്ത വനപ്രദേശമെന്നത് 50 കിലോമീറ്റർ മാറി റാന്നി വനം ഡിവിഷനിലാണ്. ഇങ്ങനെയിരിക്കെ സാമിപാലം, ഇളയിടത്ത് എന്നിവിടങ്ങളിലും നാട്ടുകാർ കാട്ടുപന്നിക്കൂട്ടത്തെ കണ്ടു. ഞങ്ങൾ ആകെ ഭയപ്പെട്ടാണ് ഇന്നലെ രാത്രി കഴിഞ്ഞുകൂടിയത്. ഈ ഇത്രയും ദൂരെയുള്ള ഈ വനം എന്ന് പറയുന്നത് ഇവിടെ ദൂരെയുള്ളത് ഏതാണ്ട് 50 കിലോമീറ്റർ അപ്പുറമുള്ളത്. ഇതുങ്ങളെല്ലാം കൂടി ഇവിടെ എങ്ങനെ എത്തി എന്നാണ് ഞങ്ങളിപ്പം അത്ഭുതപ്പെടുന്നത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് ആദ്യം പന്നിക്കൂട്ടത്തെ കണ്ടത്. നാട്ടുകാർ കൂടി ടോർച്ച് കളിച്ച് നോക്കിയപ്പോൾ കൂട്ടത്തിൽ 10-ലധികം കാട്ടുപന്നികൾ. പടക്കം പൊട്ടിച്ചതോടെ ഇവ ചിതറിയോടി. വളർത്തുനായ്ക്കൾ അസാധാരണമായി കുരയ്ക്കുന്നത് കേട്ട് നോക്കിയ ഇടങ്ങളിലെല്ലാം പിന്നീട് ഇവയെ കണ്ടു. അത് സമീപ പ്രദേശങ്ങളിലേക്കെല്ലാം ഈ പന്നി കൂട്ടമായിട്ട് മാറിക്കഴിഞ്ഞു. ഇത് വളരെ ശല്യമായിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. പട്ടികൾ ഭയങ്കരമായിട്ട് കുരച്ചപ്പോഴാണ് ഈ ദന്തമാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ കാട്ടുപന്നിയുടെ കൂട്ടം വന്ന് ചാടിയിരിക്കുന്നത്. രാവിലെ മുതൽ നാട്ടുകാർ ചേർന്ന് പല ഭാഗങ്ങളിലും പന്നികളെ കണ്ടെത്താൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. നമ്മുടെ ഈ പ്രദേശത്തെ കൃഷി ഏറ്റവും കൂടുതൽ നെല്ല്, കപ്പ, അതുകൊണ്ട് തന്നെ വാഴ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് ഉള്ളത്. അപ്പോൾ അത് കൂട്ടത്തോടെ വന്ന് കൃഷിയൊക്കെ നശിപ്പിക്കും. അത് നമുക്ക് പിന്നീട് ഇവിടെ നമ്മുടെ കൃഷിയെ തന്നെ ഒരു ആശങ്കയിലാക്കുന്നതാണ്. ശല്യക്കാരായ കാട്ടുപന്നികളെ വകവരുത്തുന്നതിന് ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇടപെടാമെങ്കിലും ജില്ലയിലാകമാനം ഇത്തരം ശ്രമങ്ങൾ ഫലം കാണാത്തതാണ് സ്ഥിതി. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.